ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഈ ലോകം തന്നെ നിന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എവിടെ എത്താൻ പോകില്ല, കൺഫേം ആണത്. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ ഡിയറസ്റ്റ് യൂട്യൂബ് ഫാമിലി. എന്താ പറയുക, എനിക്ക് ഇന്നലെ മുതൽ വാട്സപ്പിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, കുറേ വിഷസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ന്യൂ ഇയർ വിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് വിഷ് ചെയ്യുന്നത് നിങ്ങളാണ് കേട്ടോ. അതായത് വാട്സപ്പിലൊരു സ്റ്റാറ്റസ് പോലും ഞാൻ ഇട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്കിത് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. ഇപ്പോൾ 2,94,000 അതിങ്ങനെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും മര്യാദയ്ക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പോലും ഒരു ധൈര്യം ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ അതൊന്നും അറിയില്ലാതിരുന്ന ഒരാളിൽ നിന്ന് ഇത്രയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നിന്ന സപ്പോർട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്താണല്ലോ ഞാൻ ആദ്യമായിട്ട് ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്യണ്ടേ, അപ്പോൾ അതുകൊണ്ടിട്ട് വന്നതാണ്. അപ്പം പണിയൊക്കെ കഴിഞ്ഞിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്, ഒരു 10-15 മിനിറ്റിനുള്ളിൽ നിർത്തിക്കോളാം, പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിക്കോളാം കേട്ടോ. ബോറടിക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ, നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മൾ 2023 എങ്ങനെയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം 2023. അതുപോലെ തന്നെ 2024 കുറിച്ചുള്ള കുറേ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ 2023 എങ്ങനെയുണ്ടായിരുന്നു, അതുപോലെ തന്നെ 2024 നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറയുക, 2023 എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ വിഷമങ്ങളും കുറേ എന്താ പറയുക സന്തോഷങ്ങളൊക്കെ നിറഞ്ഞ എല്ലാവരെയും പോലെ അങ്ങനെ ഒരു വർഷമായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. ഒരു ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണ്, കുറേ സന്തോഷങ്ങളുണ്ടാകും, കുറേ വിഷമങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ വർഷം ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാനും അഫീം ദുബായിലായിരുന്നു, ഇക്കാരുടെ അടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു 6-7 മാസം എന്ന് പറയുന്നത് എന്താ, ജനിച്ചന്ന് മുതൽ ഇന്ന് വരെ ഉള്ളൊരു ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ, ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് ഓരോ ദിവസവും ഓരോ മൊമെൻറ്റ്സും കടന്നു പോയിട്ടുള്ള ഒരു 6-7 മാസമായിരുന്നു അത്. അപ്പോൾ അതിന് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് സന്തോഷം സമാധാനം ഇല്ലായിരുന്നില്ല, പക്ഷേ അതിനൊക്കെ അത്ര ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഹാപ്പി ആയിട്ട് ലൈഫ് ലീഡ് ചെയ്തിട്ടുള്ളൊരു ടൈമായിരുന്നു ഒരു 6-7 മാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ നമുക്ക് കുറേ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറേ ദിവസങ്ങളായിരുന്നല്ലോ അത്. അപ്പോൾ അതിങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഓരോ മൊമെൻറ്റ്സും. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ 2023 കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഒരു നഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം, അത് സംഭവിച്ചൊരു വർഷമാണ്. മീൻസ് ബാക്കിയുള്ളവരും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ അത് മേ ബി മറന്നു പോയേക്കാം, പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ജീവിതകാലം മൊത്തം അത് എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ. നിങ്ങൾക്കറിയാം, ഒരു ബേബീനെ നമുക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാവും, എന്തായാലും അതുണ്ടാകും. പിന്നെ ഇപ്പോഴാണെങ്കിലും ഈ ഒരു പ്രഗ്നൻസിയില്ലേ, നമ്മൾ ചെക്കപ്പിനൊക്കെ ആദ്യം പോകുന്ന സമയത്ത്, ആദ്യം ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് അവരിങ്ങനെ ചോദിക്കുമല്ലോ ഇത് എത്രാമത്തെ പ്രഗ്നൻസിയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 2ാമത്തെ എന്ന് പറയും. പക്ഷേ പിന്നെ ഒന്നുകൂടി ആലോചിക്കുമ്പോഴാണല്ലോ 2ാമത്തെ അല്ലല്ലോ, ഇത് 3ാമത്തെ ആണല്ലോ, 2ാമത്തെ ഇല്ലല്ലോ, ആ ഒരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളത് എപ്പോഴും അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നതല്ല, എന്നാലും അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഞാനിതിപ്പോൾ പറയുമ്പം ഒക്കെ അങ്ങനെ ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു നഷ്ടം തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു നഷ്ടം ഇപ്പോൾ നമ്മൾ പറയില്ല, നമുക്ക് എത്രയൊക്കെ ലൈഫിൽ വിഷമങ്ങൾ വന്നാലും അതിന് ശേഷം ഒരു സന്തോഷം എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നഷ്ടം ഉണ്ടായെങ്കിലും നമുക്ക് പഠിച്ചവനായിട്ട് മറ്റൊരു ബേബീനെ ഇപ്പോൾ തന്ന് ഇനിയിപ്പം ഏപ്രിലിൽ റിലീസാവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം അതൊക്കെ ഓരോ കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ 2023 സംഭവിച്ച അല്ലെങ്കിൽ കുറേ എക്സ്പീരിയൻസ് എന്ന ഒരു കാര്യമായിരുന്നു മറ്റുമിച്ചൊരു ഒരു ഹോസ്പിറ്റൽ കേസ് എന്ന് പറയുന്നത്. കുറേ പഠിക്കാൻ പറ്റി കേട്ടോ, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കാരണം എന്താ പറയുക, നമ്മൾ അതിനു മുമ്പ് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസൊന്നും ഫേസ് ചെയ്തിട്ടില്ല. ശരിക്കും വേറെ ആരുടെയും കാര്യത്തിൽ അങ്ങനെ ഒരു ഇത് നമുക്കങ്ങനെ പോയി നിൽക്കേണ്ട ഒരു കാര്യങ്ങൾ ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഇതൊന്നും നമുക്കങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരുപക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും അത്രയും നമ്മളെ അതങ്ങനെ ബാധിച്ചത്, മേ ബി, അറിയില്ല. പിന്നെ നമ്മളുമായിട്ട് അത്രയും അടുത്ത്
അത്രയും വേണ്ടപ്പെട്ട ആളാണല്ലോ. അപ്പം ഞാൻ ബെൻസിത്താടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഉമ്മച്ചനെ വിളിച്ചിട്ട് പറയുന്നത് വെൻറ്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട്. ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ഈ ലോകം തന്നെ നിന്നു പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്നാ ഞാൻ പറഞ്ഞില്ല, അത്രയും നമ്മളുമായിട്ട് അടുത്ത ഒരാളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും കണ്ടീഷൻ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അവിടെ നിന്ന് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരെയുള്ളൊരു യാത്രയുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ മൈൻഡിലുള്ള ഒരു ചിന്താഗതി എന്തൊക്കെയാണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഇപ്പോഴും എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് ഒന്നും അറിയത്തില്ല. പിന്നെ ഞാനുണ്ട്, ഉമ്മച്ചിയുണ്ട്. ഞങ്ങൾ മെൻ്റലി ഫുൾ ഡൗണാണ്. മനസ്സിലൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഫുൾ ബ്ലാങ്കാണ്. എന്ത് ചെയ്യും, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പഠിച്ചു ഞങ്ങളെങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്യും, ഒരു 100 കൂട്ടം ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പം ആ ഹോസ്പിറ്റലിലൊക്കെ ഇരുന്നിട്ട് ഞാനും ഉമ്മച്ചിയും കൂടി ഒരുമിച്ചിരുന്ന് കരഞ്ഞതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്ത് ചെയ്യും ഇത് തന്നെയാണ് മനസ്സിൽ. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പഠിച്ചോനെ എങ്ങനെ ഞങ്ങളത് സഹിക്കും, എങ്ങനെ ഞങ്ങളത് ഉൾക്കൊള്ളും, എങ്ങനെ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വരും എന്നുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഞാനും ഉമ്മച്ചി ഇങ്ങനെ മുഖത്തോട് നോക്കി. ഞാൻ ഉമ്മച്ചിയോട് ചോദിക്കും കുറേ നേരം നമ്മളിനി എന്ത് ചെയ്യും, ഉമ്മച്ചി എന്നോട് ഇങ്ങോട്ട് ചോദിക്കും നമ്മൾ എന്ത് ചെയ്യും. ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറേ വിഷമിച്ചിട്ടുണ്ട് കേട്ടോ. വിഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു അത്രയും നാൾ നമ്മൾ ഇതുപോലെ സങ്കടപ്പെട്ട, ഇതുപോലെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതും ഒരു എനിക്ക് തോന്നുന്നു മറ്റു ഹോസ്പിറ്റലിൽ കയറി അന്ന് തുടങ്ങിയ ഇഷ്യൂസ് പുറകെ ഇങ്ങനെ വല കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ ഇഷ്യൂസാണ്. അപ്പം ഇത് എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തല പെരുക്കണ പോലെ തോന്നും. നമുക്കിതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ എനിക്കറിയില്ല ഇപ്പോഴും എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനൊരു അത്രയും വലിയൊരു തീരുമാനം, അതായത് ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം, ആരുമില്ല, കൂടെ ആരുമില്ല, എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞ്, അതായത് ബില്ലിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അതിനൊരു കുറവുമില്ല. ബില്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ആളെ കിട്ടുമോയെന്ന് ഉറപ്പില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെയുള്ള ഒരു സ്റ്റാഫ് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ ചേഞ്ച് ചെയ്യാം, ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബില്ലായിക്കൊണ്ടേ ഇരിക്കുള്ളൂ എന്നുള്ളൊരു സാധനം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് തന്നെ നമ്മളുടെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഡിസ്ചാർജ് എഴുതിക്കോളാൻ പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഉമ്മച്ചിയുടെ അടുത്ത് മാത്രമാണ് ഞാൻ ചോദിച്ചുള്ളൂ. വേറെ ആരെയും വിളിക്കാനും പോയില്ല. വേറെ ആരുടെ അടുത്ത് ഒരു സമ്മതമൊക്കെ ഒന്നിനും പോയിട്ടില്ല. ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചു, നമുക്ക് ഇത് ഡിസ്ചാർജ് ചെയ്താലോ, എന്നിട്ട് നമുക്ക് കോട്ടയത്തേക്ക് കൊണ്ടുപോയാലോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെ വെച്ച് തന്നെ തീരുമാനം എടുത്തിട്ട് കോട്ടയത്തേക്ക് അവരെഴുതി തന്നു. അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം എനിക്കറിയില്ല, ചിലപ്പോൾ പഠിച്ചവനായിട്ട് അങ്ങനെ ഒരു തീരുമാനം എന്നെ കൊണ്ട് എടുപ്പിച്ചതായിരിക്കും. ഒരു പക്ഷേ മറ്റ് ആൾക്കാരുടെ അടുത്തൊക്കെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവരതിന് സമ്മതിക്കുമോ, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് തിരിച്ച് കിട്ടിയത്. ആ ഹോസ്പിറ്റലിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് കോട്ടയത്തേക്ക് കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് നമുക്ക് മറ്റു മിഷന് തിരിച്ച് കിട്ടിയതെന്നുള്ളത് ഇപ്പോഴും 101% ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ്. നമുക്ക് ചിലപ്പം ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു ധൈര്യം നമുക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ചിലപ്പം ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെ അടുത്തും പോയിട്ട് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം പല അഭിപ്രായങ്ങളായിരിക്കും അവർ തിരിച്ചിങ്ങോട്ട് പറയണത്. ഇത് മൊത്തം നമ്മുടെ തലയിൽ കയറിയിട്ട് നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആകും. അപ്പം നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുകയില്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും അന്ന് ആ ഒരു കറക്റ്റ് സമയത്ത് ആരും നമ്മുടെ കൂടെ ഇല്ലാതിരുന്നതും നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയതും. ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ കോട്ടയത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിക്കുന്നത് നമ്മുടെ അളിയനെയാണ്. അപ്പം അളിയൻ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്ന ഒരു ധൈര്യമാണ് കേട്ടോ. വേറെ എല്ലാവരും ഇങ്ങനെ ഈ കൊണ്ടുപോകുന്നൊരു കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നുണ്ട് കോട്ടയം പോകാം, കാരണം ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ബില്ല് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കോട്ടയത്തേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അളിയൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഡീൽ ചെയ്യണം. ഇതുപോലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഉള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ എല്ലാത്തിനൊന്നും നമുക്കങ്ങനെ ആളുകളൊന്നും മീൻസ് അവിടുത്തെ സ്റ്റാഫിനൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ തന്നെ അത് ഡീൽ ചെയ്യണം എന്നുള്ളൊരു സംഭവം എൻ്റെ അടുത്ത് പറഞ്ഞത് അളിയനാണ്. കാരണം അവർക്ക് കുറച്ചുകൂടി അറിയാവുന്ന ആൾക്കാരാണല്ലോ.
പക്ഷേ എന്തോ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നി, അവിടെ കിടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു, നമുക്ക് ആളെ തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമ്മളിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ പെട്ടെന്ന് തീരുമാനം എടുത്ത് അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പം അതൊക്കെ നമുക്ക് പടച്ചോൻ തരുന്നൊരു ധൈര്യമാണ്, അങ്ങനത്തെ ഒരു പെട്ടെന്ന് ആ ഒരു തീരുമാനം എടുക്കാനും പിന്നീട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ളത്. പിന്നെ ഇക്കായൊക്കെ വന്ന് എല്ലാം സെറ്റായി, ഓക്കെ അവിടെ നല്ല സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, ബാക്കിയൊക്കെ നമ്മൾ ഏതൊക്കെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പം 2023 ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണ്. എക്സ്പീരിയൻസ് എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. നമുക്ക് കുറേ ആളുകളെയൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റും, കുറേ മീൻസ് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുപോലെ എന്താ, എനിക്ക് ആ സമയത്തുണ്ടല്ലോ എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട് കേട്ടോ. കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച, വിളിക്കാൻ പറ്റില്ലെങ്കിൽ മെസ്സേജ് അയച്ച് അന്വേഷിച്ച ഒത്തിരി പേരുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ അടുത്ത്. കാരണം ആ സമയത്തുണ്ടല്ലോ നമ്മളൊരാൾ കോൾ വിളിച്ചിട്ട് നമ്മളുടെ അടുത്ത് എന്തായി, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പോലും നമുക്കത് ഭയങ്കര ആശ്വാസമാണ്. ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, ചോദിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റു മനുഷ്യനെ കാണാൻ വരുന്ന ആളുകൾ, മീൻസ് ബന്ധുക്കളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ഒക്കെ, അതൊക്കെ നമുക്ക് ഭയങ്കര ആശ്വാസം തന്ന അല്ലെങ്കിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റി. അപ്പം ഈ ഒരു കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു വന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ബേബി വരാൻ പോകാന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് 2023 അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ അത് എന്താ പറയുക, ഞാനായിട്ട് പറയില്ല, കാരണം അത് പറയേണ്ട ആൾ ഇക്കയാണ്. ഇക്ക ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഇക്ക ഒരുപാട് നാളായിട്ട് സ്വപ്നം കണ്ടൊരു കാര്യം നടന്നൊരു വർഷം കൂടിയായിരുന്നു 2023. അപ്പോൾ അതെന്തായാലും ഇക്ക വന്നു കഴിഞ്ഞാലാണ് അത് പറയാൻ പറ്റുള്ളൂ. അതിനി എന്നാന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പറയും, നിങ്ങളുടെ അടുത്ത് പറയാതെ ഒന്നുമില്ലല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നെക്കാട്ടിലും അർഹത അത് പറയാൻ ഇക്കാക്കാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയാത്ത, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും അത് ഉടനെ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ 2023 ഇങ്ങനെയൊക്കെയായിരുന്നു. സോ പിന്നെന്താ, പിന്നെ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാകും, ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം ഇഷ്ടമല്ലാത്തവരുടെ നമ്പർ കുറവും ഇഷ്ടമുള്ളവരുടെ നമ്പർ കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലൈഫ് പഠിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെ ലീഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മളുടെ ഒരു ഡിസിഷനാണത്. കാരണം നമുക്ക് എല്ലാവർക്കും നല്ലത് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആർക്കൊരു ഉപദ്രവം ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ഫാമിലിയിലുള്ളവരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ജീവിക്കാം. അതല്ലെങ്കിൽ എല്ലാവരെയും കുറിച്ച് കുറ്റം പറഞ്ഞ്, യാതൊരു ആവശ്യമില്ലാതെ നുണയും പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സങ്കടപ്പെട്ട് മനസ്സിൽ കുശുമ്പും അതും ഇതൊക്കെ ആയിട്ട് നിറച്ച് വെച്ച് അങ്ങനെ നമുക്ക് ജീവിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളൊരാളുടെ തകർച്ച ആഗ്രഹിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളും അവിടെ തകർന്നു തുടങ്ങുകയാണ്. നമുക്ക് പിന്നൊരു മേൽഗതി ഉണ്ടാവില്ല. കാരണം ഒരാൾക്കൊരു നല്ലത് വരുന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ എന്താ ഒരാൾക്കൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ ഞാനൊക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കാര്യം, അൽഹംദുലില്ലാ. കാരണം അവർ അത്രയും അതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, അത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇപ്പോൾ പഠിച്ചവൻ അവർക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തതെന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാനൊക്കെ. പക്ഷേ പലരും അങ്ങനെയൊന്നുമല്ല. പലരും ഒരു സന്തോഷം നമുക്കുണ്ടായി എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അച്ചീവ്മെൻറ്റ് നമ്മൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നേടിയെന്ന് അറിയുമ്പോഴേക്കുമൊക്കെ അത് എന്താ പറയുക, ഭയങ്കര ഒരു കുറ്റമായിട്ടാണ് അതിനെയൊക്കെ കാണുന്നത്. അതുപോലെ നമുക്കൊരു വിഷമം വരുന്നൊരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൈയടിച്ച് സന്തോഷിക്കുകയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞൊരു വർഷം കൂടിയായിരുന്നു 2023. എനിക്കറിയില്ലായിരുന്നു. എനിക്ക് കുറേ നമുക്ക് ഈ ആൾക്കാരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ, അതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളോട് ഇത് സംസാരിക്കുന്നത് എന്താ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് എന്ന് പറയുന്നത് എന്താ, അതാണ് നമുക്ക് വേദവാക്യം, അതാണ് നമ്മൾ കാണുന്ന അവരുടെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ പിന്നെ എനിക്ക് പലതും മനസ്സിലാവാൻ തുടങ്ങി. പലരും ഫേക്കാന്നുള്ളത് മനസ്സിലാവാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നതിലൂടെ പിന്നെ നമ്മൾ അതിനനുസരിച്ചാണല്ലോ നിൽക്കുകയുള്ളൂ. വൺസ് നമ്മളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനനുസരിച്ച് നിൽക്കാൻ പാടുള്ളൂ. നമുക്ക് റിയാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ. കാരണം യാതൊരു ആവശ്യമില്ലാത്ത അലിഗേഷൻസ് നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് കിടക്കുക, അല്ലെങ്കിൽ
എന്താ പറയുക, ഒന്നുമില്ല, ഒരു കഴമ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുക. ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും പോട്ടെ, എന്തേലും പറഞ്ഞിട്ട് പോട്ടെ, നമ്മുടെ ഇത് പറ്റുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും. പക്ഷേ ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് അത് വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരിത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് റിയാക്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് പഠിച്ചോ നമുക്ക് തന്നെ കൊണ്ടുതരും, നമ്മുടെ മുമ്പിൽ തന്നെ കൊണ്ടുതരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിയാക്ട് ചെയ്യുക. കാരണം അപ്പോൾ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളുടെ അടുത്ത് അത് പറയാൻ, നമ്മളെക്കുറിച്ച് അത് പറഞ്ഞുകൊണ്ട് നടക്കണം, അവർക്കൊരു പേടി ഉണ്ടാവും. അപ്പം റിയാക്ട് ചെയ്യുക. അത് ഞാനിപ്പോൾ അത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. എന്തെങ്കിലും ആദ്യമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് എൻ്റെ കഴിഞ്ഞ Q&Aയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, പട്ടി മൂങ്ങുന്ന പോലെ ഇരുന്ന് മൂങ്ങിയിട്ടുണ്ടെന്നൊക്കെ. അപ്പം അന്നൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഒരു ലൈഫിലൊരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനും ഇതൊക്കെ ഒരു ചെവി കൂടെ കഴിഞ്ഞിട്ട് മറ്റേ ചെവി കൂടെ എടുത്ത് കളയാനൊക്കെ പഠിച്ചു. ഇതിനൊന്നും അത്രയും പ്രാധാന്യം ഇതിനൊക്കെ കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളത് ഞാൻ പഠിച്ചു. പക്ഷേ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പം റിയാക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളതും നമ്മുടെ ഇഷ്ടം തന്നെയാണ്. അപ്പം അതിൽ നമ്മൾ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ശരിയാണ്, നമുക്കൊരു പരിധി വരെയൊക്കെ ഇതൊക്കെ കണ്ടില്ല എന്ന് കാണിക്കാം, ഇതൊക്കെ പോട്ടെ, എങ്ങനെയും പോട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ എന്നുള്ളൊരു ചിന്ത അങ്ങനെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അത് ആ പരിധി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആരാണെങ്കിലും റിയാക്ട് ചെയ്ത് പോകും അല്ലേ. ഏതൊരു മനുഷ്യനാണെങ്കിലും റിയാക്ട് ചെയ്ത് പോകും. അല്ലാതെ ഒരുപാടൊന്നും ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ ഈ ലോകത്തുള്ളൊരു മനുഷ്യന്മാർക്കും പറ്റില്ല. കാരണം യാതൊരു കഴമ്പുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അതിന് പ്രതികരിച്ച് പോകും. അപ്പം അങ്ങനെ പ്രതികരിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. അതും ഈ 2023 എന്ന് പറയുന്ന വർഷം ഞാൻ പഠിച്ച മറ്റൊരു പാഠമാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമ്മുടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് പോസിറ്റീവ്സും വരും. ഈ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ചുറ്റിലുണ്ടാകും. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഈ നെഗറ്റീവ് എനർജി മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകും അല്ലേ. അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ മീൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ, അവരെയൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയത് കാരണം ഒരു പ്രയോജനവുമില്ല. നമുക്കൊരു വിഷമം വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ കൈയടിക്കും, നമുക്കൊരു സന്തോഷം വരുമ്പോഴത്തേക്കും കിട്ടിയല്ലോ, അങ്ങനെ ആ ഒരു രീതിയായിരിക്കും അവർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരെയൊന്നും നമ്മൾ ജീവിതത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുക. എപ്പോഴും പോസിറ്റീവ് എനർജി എന്ന് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ അത്രയും സ്നേഹിച്ച് അല്ലെങ്കിൽ നമ്മളെ അത്രയും ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ മാത്രം നമ്മൾ എന്താ പറയുക, കൂടെ നിർത്തുക എന്നുള്ളതാണ്. ഞാൻ ആ ഒരു കാര്യത്തിലും ഭയങ്കര ബ്ലെസ്ഡാണ്. അങ്ങനെയുള്ള കുറേ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിൽ. അപ്പം ആ ഒരു റിലേഷൻഷിപ്പൊക്കെ എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മൾ കുറേ പണം സമ്പാദിച്ചു അല്ലെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കി, മീൻസ് കുറേ ആളുകൾ നമ്മളെ തിരിച്ചറിഞ്ഞു, ഇതിലൊന്നും ഒരു കാര്യമില്ല. നമുക്കൊരു സന്തോഷം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോഴത്തേക്കും മനസ്സറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിൽ ഞാൻ ബ്ലെസ്ഡാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് 2023 കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ 2024 കുറിച്ചുള്ള പ്രതീക്ഷകളെന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ടും നമ്മളുടെ ഒരു ബേബി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ മറ്റേ സംഭവം ഞാൻ എന്തായാലും ഇക്ക വന്നു കഴിയുമ്പോഴത്തേക്ക് ഇക്കാനെ കണ്ടത് പറയിപ്പിക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ അങ്ങനെ വലിയ റെസൊല്യൂഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു ഓരോ വർഷം ന്യൂ ഇയറിന് ഇങ്ങനെ റെസൊല്യൂഷൻ എടുക്കുന്നൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ ഒരു ശീലവും ഇല്ല. പിന്നെ നിങ്ങളെന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ മാക്സിമം നല്ല മൈൻഡോടുകൂടി മുമ്പോട്ട് പോവുക. മറ്റുള്ളവരിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരെ നമ്മുടെ അടുത്തുനിന്ന് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും മറ്റുള്ളവർക്ക് നല്ലത് വരാൻ മാത്രം ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിച്ചാലാണ് പടച്ചോൻ നമ്മുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി തരുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എവിടെ എത്താൻ പോകില്ല, കൺഫേം ആണത്. ഓക്കെ, അപ്പം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം, നിങ്ങൾ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.